ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:15 കഴിഞ്ഞിട്ടാണ്. നമ്മളൊരു 3 മണി 3:30 സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബുക്കിൽ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഈ പോണ റൂട്ടിൽ തന്നെ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈഡിങ് വീഡിയോസൊന്നും എടുക്കണില്ല, കാരണം ഗോപ്രോ കയ്യിലില്ല. അപ്പോൾ ആ ഒരു ഓരോ സ്പോട്ടിലെത്തുമ്പോൾ നമ്മളൊരു 8 സ്പോട്ടിലേക്ക് ഇന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു പോണ ഒരു രീതിയിലാണ് പോവും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ 3 മണി 4 മണി സമയത്ത് ഇറങ്ങാൻ കാരണം നമ്മളപ്പോൾ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ നമുക്ക് ടൈം വരും മൂന്നാർ എത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരു 6 മണി 6:30 ആ ഒരു ടൈമിലാകുമ്പോൾ എത്തും. നമുക്കിപ്പോൾ വെയിലാവണേക്കാട് മുമ്പേ തന്നെ അത്യാവശ്യം നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പോട്ടുകൾ കാണിച്ചു തരാം. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നു. ഇപ്പോൾ മൂന്നാർ നമ്മൾ കൃത്യം മൂന്നാറിൻ്റെ ആ ഒരു ജംഗ്ഷനിലെത്താണെങ്കിൽ അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഒരു റൂട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ എഴുതിയ ഈ ഒരു 8 സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ മൂന്നാർ നമ്മൾ കൃത്യം അവിടുത്തെ ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴുള്ള സ്ഥലങ്ങൾ 8 അവിടെ നിന്ന് റൈറ്റ് വഴി പോകുമ്പോഴുള്ള സ്ഥലങ്ങൾ, പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോഴുള്ള സ്ഥലങ്ങൾ, അങ്ങനെ നമ്മൾ 3 സെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു സെറ്റിലാണ് ഇന്ന് മാത്രം പോണത്. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വരും കേട്ടോ. നമ്മൾ നൈറ്റ് ആകുമ്പോഴേക്കും റിട്ടേൺ വരും. അപ്പോൾ ഈ ഒരു 8 സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യും കേട്ടോ. നമ്മളപ്പോൾ ഈ ഒരു 3:15 നേരത്ത് പോണത് അവിടെ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ചാലക്കുടി ഭാഗം കഴിഞ്ഞിട്ടുള്ള കേട്ടോ. ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ച് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സർവീസ് റോഡിലേക്ക് വന്നേക്കണം കേട്ടോ. നമ്മൾ ഈ മുകളിൽ കൂടെയുള്ള വഴി കൂടെയാണ് പോകേണ്ടത്. ജസ്റ്റ് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിലേക്ക് വന്നതാണ്. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് നമ്മൾ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ മേടിച്ചു. അത് ഇപ്പോൾ നമ്മൾ ബ്രാൻഡും കാര്യങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടിയ ഒരു ചെയിൻ ലൂബിൻ്റെ ബോട്ടിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് പിന്നെ ചായ കുടിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കപ്പം ഇനി ഈ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യണം. ഇതൊക്കെയാണ് പ്ലേസസ്. നമ്മൾ മൂന്നാർ എത്തനേക്കാട് മുമ്പുള്ള 2 പ്ലേസാണിത്. ആട്ടുകാട് വാട്ടർഫോൾസ്, പോത്തമ്മേട് വ്യൂ പോയിന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൂന്നാർ ജംഗ്ഷനിലേക്ക് എത്തൂട്ടാം. അത് കഴിഞ്ഞിട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുവിക്കുളം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ആനമുടി വ്യൂ പോയിന്റ് കാര്യങ്ങൾ. പിന്നെ ഇറച്ചിൽപ്പാറ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയണ്ടായിരിക്കും. റീൽസിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, ഒരു റോഡ് സൈഡിൽ തന്നെ. പിന്നെ അവസാനം നമ്മൾ കാന്തല്ലൂർ പോവും. കാന്തല്ലൂർ വെള്ളച്ചാട്ടം കൂടി കാണും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ മൂന്നാറിൻ്റെ ജംഗ്ഷനിലേക്ക് തന്നെ തിരിച്ചെത്തും കേട്ടോ. അതിന് നമ്മൾ വേറെ ഒരു പോവില്ല. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്തുപ്പെട്ടി, മീശപ്പുലിമല, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെയും അടിയിലേക്കുള്ള വഴി കൂടെ എടുക്കുകയാണെങ്കിൽ ദേവികുളം, ചിന്നക്കനാൽ വാട്ടർഫോൾസ്, പിന്നെ സൂര്യനെല്ലി, പിന്നെ കൊളുക്കുമല, അങ്ങനത്തെ കുറച്ച് പ്ലേസസും ഉണ്ട്. ഇതിൽ നമുക്ക് ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് പോണത് ഫസ്റ്റ് ട്രിപ്പ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന പ്ലേസ് ആടാ. ഇതിൽ നമ്മൾ അവസാനം വട്ടവട കയറും. അങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. തേർഡിൽ വരുന്നത് പിന്നെ അവസാനം കൊളുക്കുമലയാണ്. അങ്ങനെ അപ്പോൾ ഇത് 3ഉം നമ്മൾ അടുപ്പിച്ച് 3 ദിവസം പോവില്ല. ഇപ്പോൾ ഇത് പോയി എന്ന് വിചാരിച്ചിട്ട് നാളെ ഇങ്ങോട്ട് പോകണമെന്നില്ല. അത് നമ്മൾ മൂട് പോലെ ഇരിക്കും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ തോന്നി, ആ ഒരു ഇതിലിറങ്ങി അത്രയ്ക്ക് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ആട്ടുകാട് വാട്ടർഫോൾസ് പോകണം. വെള്ളം ഉണ്ടാവോ ഇല്ല എന്നൊന്നും അറിയില്ല, അതൊക്കെ വേറെ കാര്യം. നമ്മളിപ്പോൾ ആദ്യം അങ്ങോട്ട് പോകട്ടെ. റൈഡിങ് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ഓരോരോ സ്പോട്ടിലെത്തിയിട്ട് ജസ്റ്റ് ചെറിയ വീഡിയോസുകൾ എടുക്കാം. അങ്ങനെ കുറേ വീഡിയോസ് ചെയ്ത് അങ്ങനെ കാണിക്കാനുള്ളൊരു കഴിവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ചെറിയ കുറച്ച് മെമ്മറീസ് നമുക്ക് ഒരു ഇതിൽ നമ്മൾ ആക്കി വെക്കണം, അത്രയ്ക്കുള്ളൂ. പിന്നീടായാലും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കാനുണ്ട്. ഇപ്പോൾ നേരിമംഗലം എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് എത്തിക്കണത്. ഇനിയൊരു 10-70 കിലോമീറ്റർ 65 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയൊക്കെ എടുക്കണ കാരണം ഇപ്പോൾ മാപ്പിൽ കാണിക്കണ 7:30 എത്തുന്നുണ്ടാ. നേരത്തെ 6:30 ആയിരുന്നു, ഇപ്പോൾ 7:30 ആയി. എന്തായാലും ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. അത് തന്നെ ഇപ്പോൾ 2ാമത്തെ ചായ. വണ്ടികളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. റോഡിൽ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മൂന്നാർ എത്തിയിട്ട് നമ്മുടെ
സൗണ്ടൊക്കെ നല്ല രീതിയിൽ പോയി. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. ഇനി നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് ഒരു വാട്ടർഫോൾസ് ആണ്. അവിടേക്ക് ഇനിയൊരു 2-3 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആട്ടുകാട് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരിട്ട് അടുത്ത് കാണാനായിട്ടും കുറച്ചുകൂടി ഭംഗി കുറച്ച് അകലെ നിന്നിട്ട് കാണുമ്പോഴാട്ടോ. എന്തായാലും കയറി പോകുമ്പോൾ ഞാൻ ഒരു ഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് കുറച്ചുകൂടി രസം കാണാനായിട്ട്. ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര തണവും നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു പാലാണ് കേട്ടോ. നമ്മുടെ ബൈക്ക് അതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചപ്പോൾ ഒരു കാറ് വന്നപ്പോൾ പിന്നെ മാറ്റേണ്ടി വന്നു കേട്ടോ. അത് കാരണം അവിടെ സൈഡിലേക്ക് വെച്ചേക്കാം. വെള്ളം കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് നൈസാണ്. ഇവിടെ വരെ വരണ വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴൊന്നും ഈ ഭാഗത്തേക്ക് ചിലപ്പോൾ വരും കൂടി ഇല്ല. നമ്മൾ ബൈക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ ഇതാ കാണുന്ന അവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. അവിടെ സ്റ്റേ ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വണ്ടിയും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് ചെയ്യണത്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. അപ്പം ബൈക്കുമ്മയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റും. ഇനി നേരെയാണോ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ചു പോകണമെന്ന് അറിയില്ല. എന്തായാലും നോക്കിയിട്ട് നമുക്ക് അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോകണം. നമ്മുടെ ഇന്നത്തെ റൈഡിലെ ആദ്യത്തെ ലൊക്കേഷനായ ആട്ടുകാട് വാട്ടർഫോൾസ് ആണ് കേട്ടോ ഈ മുമ്പിലേക്ക് കാണുന്നത്. ഇത് അത്യാവശ്യം ദൂരത്ത് നിന്നാണ് എടുക്കുന്നത്. നമ്മളിതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നുള്ള വീഡിയോ ചെയ്തു. പക്ഷേ നമുക്ക് ഈ ദൂരത്ത് നിന്നുള്ള കാണുന്ന ഈ ഒരു ഭംഗി അടുത്ത് കിട്ടണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുക്കണേ. എന്തായാലും നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാം. അടുത്തത് പോത്തൻമേട് വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ നിന്നൊരു 7-8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ സമയം ഒരു 8 മണി ആ ഒരു ഇതായിട്ടുള്ളൂ. ഇത് ആ മുകളിലാണ് കാണുന്ന ആ ഒരു മലയാര അവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഫുള്ള് മഞ്ഞൊക്കെയാണ് കേട്ടോ. കുഴപ്പമില്ല, നൈസാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പോത്തൻമേട് വ്യൂ പോയിന്റിലാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ കേട്ടോ ഇത്, പോത്തൻമേട് വ്യൂ പോയിന്റ്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇനി അങ്ങോട്ട് പോകണം. അതായത് മൂന്നാർ. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ആട്ടുകാട് വാട്ടർഫോൾസ് പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ടാണ് വന്നത്, പോത്തൻമേട് വ്യൂ പോയിന്റിലേക്ക്. ഇനി അടുത്തത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവിക്കുളം നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എത്താനായിട്ട് മുമ്പ് മൂന്നാർ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞ് കയറി പോയിട്ടാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാ. ബൈക്കപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ ഫ്രണ്ടിൽ 2 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, കാര്യം ഇവിടെ വരെ 10-20 രൂപയ്ക്ക് എൻട്രി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് അത്യാവശ്യം എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. എൻട്രി ഫീസ് 200 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻട്രി ഫീസ് 20 രൂപ 50 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ എൻട്രി ഫീസ് 200 രൂപയാണ് കേട്ടോ. അതാണൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. എന്നാലും മനസ്ഥിതിക്ക് കയറാം. ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. ഗൈസ്, ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ പിടിക്കാന്ന്. ചേട്ടാ ദിസ് വേ. നമ്മളിവിടം വരെ ഒരു ബസ്സിൽ കൊണ്ടാക്കിയിട്ട് അത്യാവശ്യം
ദൂരം ഉണ്ടായിരുന്നു, ഒരു 2 കിലോമീറ്ററിനടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ ബസ്സിനെ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ നടക്കാനുണ്ടാവും, 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാം, പ്രകൃതി കാഴ്ചകൾ കാണാം, അത്ര തന്നെ. 200 രൂപയ്ക്കുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കയറി കണ്ടു കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ലക്കം വാട്ടർഫോൾസിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് വരും കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങണമൊക്കെ ഉണ്ട്, കുളിക്കണമൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, വലിയ അപകടമില്ലാത്ത വെള്ളച്ചാട്ടമാണ്. കാരണം ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെ കാരണം അങ്ങനെ ഒഴുകി പോകുന്നില്ല കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന 2 സ്പോട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. നയംകാട് വാട്ടർഫോൾസും പിന്നെ ആനമുടി വ്യൂ പോയിന്റിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അവിടെ എൻട്രി ഇല്ല എന്നാണ് പറഞ്ഞത്, പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വരുന്ന ലൊക്കേഷൻ നമ്മുടെ ഇതാണ് കേട്ടോ, ലക്കം വാട്ടർഫോൾസ്. അടുത്തത് നമുക്ക് ഇറച്ചിൽപ്പാറ വാട്ടർഫോൾസിലേക്കും കാന്തല്ലൂർ വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോകേണ്ടത്. 7ഉം 8ഉം നമ്മൾ മാർക്ക് ചെയ്ത പ്ലേസാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 2 ലൊക്കേഷനിലേക്ക് പോകണം. അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഫുള്ള് നമുക്ക് നെറ്റ് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഗൂഗിൾ പേ ഒന്നും നമ്മളെ വർക്കാവണില്ല. ഗൂഗിൾ പേ, പേടിഎം ഒന്നും വർക്കാവണില്ല. നമ്മുടെ 7ാമത്തെ ലൊക്കേഷനായ ഇറച്ചിൽപ്പാറ വാട്ടർഫോൾസാണ് കേട്ടത് ഈ കാണുന്നത്. അധികം വെള്ളമൊന്നും ഇല്ലെങ്കിലും ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു വാട്ടർഫോൾസിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മുടെ റീൽസിലൊക്കെയും നല്ല രീതിയിൽ വൈറലായിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് കേട്ടത്. നൂലുമ പെയ്യണ പോലെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം. നൈസാണ് സംഭവം കേട്ടോ. ഇപ്പോൾ നമുക്കിതിൽ ഈ നയമക്കാട് വാട്ടർഫോൾസിലേക്ക് പോകാൻ പറ്റിയില്ല, ആനമുടി വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അത് 2ഉം ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ലാക്കം വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് എൽച്ചിപ്പാറ. ഇനി കാന്തല്ലൂരുണ്ട് കേട്ടോ. അതും കൂടിയും നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ, ഇന്നത്തെ ലിസ്റ്റിൽ നമുക്ക് പോകേണ്ട സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് കാന്തല്ലൂർ പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാന്തല്ലൂരാണ്. കാന്തല്ലൂർ വാട്ടർഫോൾസിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കൂടി ഉണ്ട്. ജസ്റ്റ് ഈ ഒരു ക്ലൈമറ്റ് നോക്കിയേ. ഇപ്പം സമയം 2:15 കേട്ടോ. ഉച്ചയ്ക്ക് 2:15 ക്ലൈമറ്റാണ് ഇവിടെ. വെയിലെന്ന് പറയുന്ന സംഭവം ഇല്ല, ഫുള്ള് കോട മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്രയ്ക്കും തണുപ്പും. എൻ്റെ പൊന്നെ, സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലൊക്കെയും ഇതുപോലെ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ് കോട നിറഞ്ഞൊക്കെ നിൽക്കുന്നു. അതും ഈ ഒരു സമയത്ത് ഉച്ചയ്ക്ക് 2:15 സമയത്ത് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ വഴിയൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളപ്പോൾ ഇത്
കാന്തല്ലൂർ വാട്ടർഫോൾസിൻ്റെ സ്പോട്ടിലെത്തിയിട്ട്. അപ്പോൾ ഇവിടെ വരെ വണ്ടി പോകുള്ളൂ. ഇവിടെ വരെ വയ്ക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നടക്കണം, ഒരു 200-300 മീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞിട്ടാ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലടാ. അത് അത്യാവശ്യം ഹൈറ്റിൽ നിൽക്കണം. പക്ഷെ എന്നാലും ഒട്ടും ഇത്രയ്ക്കും ഇങ്ങനെയൊന്നും വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അതാ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ എന്തായാലും സംഭവം കളറായിട്ടാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോണത്. ഹെൽമെറ്റ് കയ്യിൽ വയ്ക്കാം. ഇവിടെ നിന്നൊരു 200 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ. ഇത്രയും മഞ്ഞ് പോലെ നിൽക്കണ കാരണം വല്ലതും കാണാൻ പറ്റുമോ അറിയില്ലടാ. നോക്കി ജസ്റ്റ് ഒന്നും തന്നെ കാണാൻ ചേട്ടാ. ഈ വഴിയും ആകെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളി. അപ്പോൾ നമ്മളിതേ മേലേന്ന് വണ്ടി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ. 200-300 മീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ചുറ്റും സീനാട്ടോ. അവിടെ വേറെ ആരും ഇല്ലയെന്ന് തോന്നുന്നു. ഒരു വണ്ടി വന്നിട്ടുണ്ട്, അതിൽ 2 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ അടിയിൽ വേറെ പേരുണ്ടെന്ന് അറിയില്ല. നമ്മുടെ ലാസ്റ്റത്തെ പ്ലേസായ ഈ ഒരു കാന്തല്ലൂർ വാട്ടർഫോൾസിൻ്റെ എന്തായാലും ഈ ഒരു സ്പോട്ട് അടിപൊളിയായിട്ടാണ്. ഇനിയിപ്പോൾ വെള്ളച്ചാട്ടം എയിമില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയും പിന്നെ ഈ ഇറങ്ങണ കാടും പോയനെ ഈ ഇറങ്ങണ ഈ കാടും ഒക്കെയും എന്താ പറയുക, കമ്പയർ ചെയ്യാൻ പറ്റില്ല ചേട്ടാ. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾ എൻ്റെ പൊന്നെ സീൻ. അയ്യോ, വഴി തെറ്റിയ. ഒന്നില്ലെങ്കിൽ ഈ വഴി, അതല്ലെങ്കിൽ ആ വഴി. ഏത് വഴിയാണെന്നറിയില്ല. എന്തായാലും ഇതിൽ പോയി നോക്കി നോക്കാം. എന്തായാലും അടിയിൽ സൗണ്ട് ഉണ്ട്, വെള്ളമുണ്ട്. ചെയ്യൻ ലൂബിൻ്റെ ബോട്ടിൽ ബാഗുള്ള അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട്. ഇതാണ് കേട്ടോ ഒരു വാട്ടർഫോൾസ്, കാന്തല്ലൂർ വാട്ടർഫോൾസ്. നമ്മൾ പോയി നിന്നത് അവിടുത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വഴി തെറ്റിപ്പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് നടന്നപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടാ. ഇതാണ് സംഭവം. ഫുള്ള് മഞ്ഞായ കാരണം അധികം ക്ലിയർ ആവുണ്ടാവില്ല. അത്രയും കോട നിറഞ്ഞ് മൂടി നിൽക്കാട്ടോ. സംഭവം നൈസായിട്ടുണ്ട്. നമുക്ക് പക്ഷെ അപ്പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവും തോന്നുന്നു. പോവാൻ പറ്റായിരിക്കും. നമ്മളപ്പോൾ പടം മോടെ കടന്നുണ്ടോ. അപ്പോൾ വലിയ സീനില്ല. അപ്പോൾ ഇതാണ് കാന്തല്ലൂർ വാട്ടർഫോൾസ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ സ്ഥലം കഴിഞ്ഞു. ഇത് വീഡിയോ ഈ ഒരു ഭാഗം അധികം ക്ലിയർ ആവില്ല കേട്ടോ. ഫുള്ള് മഞ്ഞാണ്, ഓടം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് കാരണം വലിയ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട. നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ വീഡിയോസ് ഇറക്കാനല്ല, പക്ഷേ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ നമ്മൾ പോണ സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് കളക്ഷനിൽ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. കുറച്ച് നാളെ എന്തായാലും കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇപ്പോൾ ഈ മൂന്നാറിനിപ്പോൾ ഞാൻ ആ ബുക്കിൽ കാണിച്ച
ട്രിപ്പ് 1 ആണ് കംപ്ലീറ്റ് ആയത്. ഇനി 2 3 ഉണ്ട് കേട്ടോ. വേറെ 2 വഴികളുണ്ട്, അവിടത്തെയും കാഴ്ചകളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ചാനൽ. ബൈ.